ഇല്ലാതെ സിൻഡിക്കേറ്റ് യോഗം എന്ന പദവി, അതിൽ ആ സിൻഡിക്കേറ്റ് യോഗത്തിൻ്റെ തീരുമാനങ്ങൾ ആ അർത്ഥത്തിൽ പദവി ലഭിക്കുമോ എന്നത് നിയമപരമായി കോടതി സ്വീകരിക്കേണ്ട നടപടിയാണ്. പക്ഷേ സിൻഡിക്കേറ്റ് ആണ് ഏറ്റവും പരമാധികാരമായി നിയമനിർമ്മാണം അല്ലെങ്കിൽ നിയമസംബന്ധിയായ കാര്യങ്ങളിൽ സർവകലാശാലയുടെ അവസാന വാക്ക്. അതാണ് ചട്ടങ്ങൾ പറയുന്നതും. അതിനെ മറികടക്കാനായിരുന്നു മോഹൻ കുന്നുമ്മലും ഇപ്പോൾ മോഹൻ കുന്നുമ്മൽ വിദേശയാത്ര ചെയ്യുന്ന ഘട്ടത്തിൽ ഏൽപ്പിക്കപ്പെട്ട സിസയും അതിനെയാണ് അതിജീവിക്കാനായി ശ്രമിച്ചത്. പക്ഷേ ഏറ്റവും വലിയൊരു സംഭവമായി ഈ ഘട്ടത്തിൽ പറയേണ്ടത് സിൻഡിക്കേറ്റ് യോഗത്തിൽ ഉയർന്ന തർക്കങ്ങളെ സംബന്ധിച്ച് സിൻഡിക്കേറ്റ് യോഗങ്ങളിൽ ഇടതംഗങ്ങളെടുത്ത നിലപാടുകൾ, ആ പ്രമേയം അവതരിപ്പിക്കുന്നത് രജിസ്ട്രാറുമായി ബന്ധപ്പെട്ടത്, ഈ രജിസ്ട്രാറുടെ സസ്പെൻഷൻ വിഷയം എടുക്കാൻ പോലും കൂട്ടാക്കാതെ നീങ്ങിയ സിസയുടെ നിലപാടുകൾ, ഇങ്ങനെ യോഗത്തിൻ്റെ അത്തരം വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ നൽകിയാൽ നിർപ്പൻ. തീർച്ചയായും സർവകലാശാലയുടെ അധികാരങ്ങൾ, പ്രത്യേകിച്ച് സിൻഡിക്കേറ്റിൻ്റെ അധികാരങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്നതാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നേരത്തെ ആരോപിക്കുന്നത്. ഗവർണറുടെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നു, പലതരത്തിലും സർവകലാശാലയുടെ അധികാരങ്ങളുടെയും അവകാശങ്ങൾക്ക് നേരെയുള്ള ജനാധിപത്യത്തിന് നേരെയുള്ള കടന്നുകയറ്റം എന്ന് തന്നെയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നേരത്തെ ഇടതംഗങ്ങൾ അടക്കം പറയുന്നത്. UDF അംഗങ്ങളും ഇതേ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. UDF പുറത്തും സ്വീകരിക്കുന്ന നിലപാട് അതാണ്. പക്ഷേ ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തെ സംബന്ധിച്ച് നേരത്തെ അജിംഷാദ് പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. കാരണം ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി ഈ സർവകലാശാലയുടെ നിലപാട് അറിയിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും നിയമപരമായിട്ടുള്ള ചട്ടപ്രകാരമുള്ള നടപടികൾ ചർച്ച ചെയ്യേണ്ട വേദി ഏതാണെന്ന് ചോദിച്ചാൽ സിൻഡിക്കേറ്റാണ്. ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ VC പങ്കെടുക്കുന്നു. ആ VC പങ്കെടുക്കുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ നാളത്തെ കോടതിയിൽ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങൾ അജണ്ടയായി വെക്കുന്നു. അതിൽ ഇടത് അംഗങ്ങൾ ഈ പ്രമേയം മുന്നോട്ട് വെച്ചുകൊണ്ട് ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സസ്പെൻഷൻ നടപടിയെ സംബന്ധിച്ചിട്ടുള്ള തുടർ നടപടിയുടെ ഭാഗമായിട്ടാണ് കോടതിയെ സമീപിക്കുന്നത്. അവിടെ കോടതിയിൽ ഈ നിയമപരമായ നടപടി സ്വീകരിക്കുമ്പോൾ സസ്പെൻഷൻ നടപടി ചട്ടപ്രകാരമാണോ എന്ന കാര്യം സ്വാഭാവികമായി ചോദ്യം ചെയ്യപ്പെടും. അക്കാര്യത്തിലുള്ള ചർച്ചയിലേക്ക് കടന്നപ്പോഴാണ് തോമസ് സംബന്ധിച്ച് ആ ചർച്ചയ്ക്ക് താൻ തയ്യാറല്ല, അത്തരം ചർച്ച അജണ്ട ഇവിടെയില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നത്. അതിനെ BJP അംഗങ്ങളും പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ പറഞ്ഞ പ്രമേയം അവതരിപ്പിക്കുന്നത്. ഈ പ്രമേയത്തിലാണ് ഈ സസ്പെൻഷൻ നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ആ പ്രമേയം പാസ്സായിരിക്കുകയാണ്. അതുകൊണ്ട് രജിസ്ട്രാറുടെ അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ നടപടി കേരള സർവകലാശാല ഔദ്യോഗികമായി പിൻവലിച്ചിരിക്കുന്നു. ആ പ്രമേയം പാസ്സായിരുന്നു. ഇനി നിയമപരമായി ഇത് കോടതിയിൽ എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്ന കാര്യമാണ്. കോടതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിൻഡിക്കേറ്റിൻ്റെ ഭൂരിപക്ഷ നിലപാട് സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടറി പ്രകാരം, നിയമപ്രകാരം, ചട്ടപ്രകാരം ചെയ്യുന്ന നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ഇത് കോടതിയെ സിൻഡിക്കേറ്റ് അറിയിക്കുമ്പോൾ സിസ തോമസ് ഇന്ന് യോഗം വിട്ട് പുറത്തിറങ്ങി. അത് ഔദ്യോഗികമായി ചേരുന്ന യോഗമല്ല, അത്തരം ഒരു യോഗത്തിന് നിയമസാധുതയില്ല, VC അതിനകത്ത് പങ്കെടുക്കുന്നില്ല എന്ന നിലപാടനുസരിച്ചിട്ട് ഇന്നെടുക്കുന്ന തീരുമാനത്തെ കൗണ്ടർ ചെയ്തിട്ടുള്ള പെറ്റീഷനായിരിക്കും, അഫിഡവിറ്റ് ആയിരിക്കും VC നാളെ കോടതിയിൽ സമർപ്പിക്കുക. രണ്ട് വാദമുഖങ്ങളും കോടതി പരിഗണിക്കപ്പെട്ടാൽ ഇതിൽ ഔദ്യോഗികമായി സിൻഡിക്കേറ്റിൻ്റെ നിലപാടിനൊപ്പം നിൽക്കുമോ, മറിച്ച് ചട്ടപ്രകാരമല്ലാതെ സർവകലാശാലയ്ക്കുള്ളിലേക്ക് പലതരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായ നടപടി സ്വീകരിക്കുന്ന VCയെയും ഗവർണർക്കും ഒപ്പം നിൽക്കുന്ന നടപടി സ്വീകരിക്കുമോ എന്ന കാര്യം നാളെ കോടതിയുടെ നിയമപരമായിട്ടുള്ള പരിശോധനയിലേ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. തീർച്ചയായും. കാരണം ഇതൊരു നിയമപരമായ വിഷയം കൂടിയാണ്. കാരണം സിൻഡിക്കേറ്റ് എന്ന ഈ ചട്ടപരമായി ഇത്രയേറെ അധികാരങ്ങൾ നിക്ഷിപ്തമായ സിൻഡിക്കേറ്റിൻ്റെ അഭിപ്രായമില്ലാതെ എങ്ങനെയാണ് സർവകലാശാലയുടെ അഭിപ്രായം കോടതിയിൽ പ്രതിഫലിപ്പിക്കുക? ഇതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഉയർന്നത്. ഇന്ന് അതിനുള്ള മറുപടിയായിരുന്നു യഥാർത്ഥത്തിൽ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഉയർന്നത്. പക്ഷേ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നീക്കങ്ങളെയും ഒക്കെ മറികടക്കാനുള്ള ഏകപക്ഷീയമായ അമിതാധികാരത്തിൻ്റെ പ്രയോഗം ആണ് ഈ സിസയുടെ ഭാഗത്ത് നിന്ന്, നേരത്തെ കുന്നുമ്മലിൻ്റെ ഇപ്പോൾ സിസയുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് സംഘപരിവാർ നടത്തുന്നത്. നേരത്തെ നിർഭൻ സൂചിപ്പിച്ചതും അത് തന്നെയാണ്. കാരണം BJP അംഗങ്ങളാണ് ഇറങ്ങിപ്പോകുന്നത്. ആ BJP അംഗങ്ങൾ എത്തിയത് തന്നെ ഏത് വിധത്തിലാണെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ഒരുപാട് ചട്ടവിരുദ്ധതയുടെ വശങ്ങൾ അതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഒരുപക്ഷെ നിയമപരമായും രാഷ്ട്രീയമായും ഒക്കെ വളരെ നിർണായകം നിർഭൻ അല്ലേ? തീർച്ചയായും ഈ സർവകലാശാലയുടെ സ്വയംഭരണ അവകാശത്തിന് നേരെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെയും BJP സർക്കാരിൻ്റെയും കടന്നുകയറ്റം, അക്കാഡമിക് രംഗത്ത് അവരുടെ പലതരത്തിലുള്ള BJPയുടെയും RSSൻ്റെയും സംഘപരിവാർ അജണ്ട അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം ഒരു വശത്ത് നടത്തുന്നു. പിന്നെ ഭരണപരമായ പ്രവർത്തനങ്ങളിൽ ഇടപെടാനുള്ള നേരിട്ടുള്ള ഇടപെടലിലേക്ക് ഗവർണർമാർ ഉപയോഗിച്ചിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നു. അത് നേരത്തെ തന്നെ വലിയ തരത്തിൽ ഇടത് സംഘടനകളുടെയും SFI അടക്കമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയും പുരോഗമന പ്രസ്ഥാനങ്ങളുടെയൊക്കെ വലിയ പ്രക്ഷോഭം അകത്തും പുറത്തും കേരള സർവകലാശാലയ്ക്ക് അകത്തും കേരളത്തിലെ വിവിധ സർവകലാശാല
സർവകലാശാലയുടെ പുറത്തുമൊക്കെ നടന്ന വലിയ പ്രക്ഷോഭങ്ങളാണ്. ആ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി തുടർ പ്രവർത്തനമായിട്ട് കൂടി ഇതിനെ കാണാം. എങ്ങനെയാണ് സർവകലാശാലകളുടെ ദൈനംദിന പ്രവർത്തനത്തെ താളം തെറ്റിക്കാനുള്ള നടപടികളിലേക്ക് പോകുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായി ഇതിനെ കാണാം. രജിസ്ട്രാറുടെ സസ്പെൻഷൻ്റെ നടപടി എടുക്കാനുള്ള അധികാരം, അന്തിമമായി എടുക്കേണ്ട നടപടി എടുക്കാനും അത് പിൻവലിക്കാനും ഉള്ള പൂർണ്ണമായ അധികാരമുള്ളത് സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടറി പ്രകാരം അത് സിൻഡിക്കേറ്റിനാണ്. അത്തരം ഒരു സിൻഡിക്കേറ്റിൻ്റെ ഭൂരിപക്ഷം അംഗങ്ങൾ വിളിച്ചൊരു യോഗത്തിൽ ആ കാര്യം ചർച്ച ചെയ്യില്ല, അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യില്ല, അത്തരം കാര്യങ്ങൾ ചർച്ച വേണ്ട എന്ന നിലപാട് വി സി തന്നെ എടുക്കുന്നു. മാത്രമല്ല, ഇക്കാര്യം പ്രമേയമായി പാസ്സാക്കുമ്പോൾ വി സി ഇത് യോഗം പിരിച്ചുവിട്ട് ഇറങ്ങിപ്പോവുകയാണ്. മാത്രമല്ല, അവർ ഉറപ്പിച്ചു പറയുന്നു വി സിക്ക് സ്വന്തമായി തന്നെ ഈ കാര്യങ്ങളിൽ കോടതിയെ അറിയിക്കും, അഫിഡവിറ്റ് സമർപ്പിക്കും. അതിൽ ഇക്കാര്യങ്ങളിൽ സിൻഡിക്കേറ്റിൻ്റെ നിലപാടല്ല, അത് ഔദ്യോഗിക യോഗമല്ല എന്ന കാര്യം പ്രഖ്യാപിച്ച ശേഷമാണ് സിസ തോമസ് ഇത് സർവകലാശാല ആസ്ഥാനം വിട്ടത്. അതുകൊണ്ട് നാളെ ഒരു തുറന്ന നിയമ പോരാട്ടത്തിലേക്ക് കാര്യം പോവുകയാണ്. ഒപ്പം തന്നെ UDF അംഗം, ഈ പറഞ്ഞ ഭൂരിപക്ഷം അംഗങ്ങൾ പങ്കെടുക്കുന്ന, ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പങ്കെടുക്കുന്ന ഈ യോഗത്തിൽ സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുക്കാതെ ഇറങ്ങി പുറത്തു വരികയും ചെയ്തു. അദ്ദേഹത്തിനോട് നമ്മൾ ചോദിച്ചപ്പോൾ UDF അംഗം പറഞ്ഞത് ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി തങ്ങൾ അംഗീകരിക്കുന്നില്ല, അതിനുള്ള അധികാരം വൈസ് ചാൻസലർക്കില്ല, വി സിക്കില്ല. പക്ഷേ ഇപ്പോൾ ചേരുന്ന യോഗത്തിൽ താൻ പങ്കെടുക്കുന്നില്ല, അത് കോടതി നിയമപരമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത്, അവിടെ കോടതിയുടെ നിയമപരമായ നടപടിയുമായി മുന്നോട്ട് പോകട്ടെ എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. പക്ഷേ ഈ യോഗത്തിൽ ഒപ്പം ഉറച്ചു നിൽക്കാനോ മറിച്ച് ഈ പറഞ്ഞ വി സിക്കെതിരെയുള്ള നിലപാട്, കടുത്ത നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കാനോ ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ UDF അംഗം തയ്യാറാകുന്നില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം തന്നെ BJP അംഗങ്ങൾ വി സി പറയുന്നതിന് തൊട്ടു മുമ്പ് തന്നെ പുറത്തു വന്ന് വി സി പറഞ്ഞ അതേ ഭാഷയിൽ തന്നെ ഇത് ഔദ്യോഗികമായിട്ടുള്ള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗമല്ല എന്ന് പ്രഖ്യാപിക്കും. തൊട്ട് പിന്നാലെയാണ് വി സിയും ഈ നിലപാട് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ രാഷ്ട്രീയം, ഇത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാവും. ഉറപ്പാണ് ഇത് വലിയ നിയമ പോരാട്ടത്തിലേക്ക്, കോടതി വ്യവഹാരങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നാളെ ഇനി കോടതി ഈ കാര്യത്തിൽ ഏതാണ് ഔദ്യോഗികമായി സർവകലാശാലയുടെ അഫിഡവിറ്റ് എന്ന കാര്യത്തിൽ കോടതിയായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. അജിം ഷാ, തീർച്ചയായും നേരത്തെ നിർവൻ പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് നിയമനിർമ്മാണ സഭ പാസ്സാക്കുന്ന കാര്യങ്ങളെ തടഞ്ഞു വെക്കുന്ന ഗവർണറുടെ നടപടി, അതിൻ്റെ ഒരു തുടർച്ചയും പ്രതിഫലനവുമായി വേണം ഈ വിഷയത്തെ കാണാൻ. എങ്ങനെയാണോ ഒരു നാടിന് മന്ത്രിസഭ എന്നതുപോലെയാണ് സിൻഡിക്കേറ്റ് സർവകലാശാലയെ സംബന്ധിച്ച്. അതിൻ്റെ ചട്ടങ്ങളെ താരതമ്യം ചെയ്യാമെങ്കിൽ, അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ പറഞ്ഞാൽ, അപ്പോൾ അങ്ങനെ അത്രയേറെ ഈ ഡിസിഷൻ എടുക്കാൻ പരമാധികാരമുള്ള സിൻഡിക്കേറ്റിനെ മറികടന്ന് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നു. ഡെപ്യൂട്ടി രജിസ്ട്രാറിന് അപ്പുറത്തേക്ക് ഒരു സസ്പെൻഷൻ ചെയ്യാനുള്ള നടപടിക്കുള്ള അധികാരം വി സിക്കില്ല. അത് സർവകലാശാലയുടെ ചട്ടങ്ങൾ തന്നെ പറയുന്നതാണ്. അതിനെയൊക്കെ മറികടക്കുന്നു. ഇത്തരത്തിലുള്ളൊരു നീക്കം കോടതിയിൽ പ്രതിഫലിക്കുമ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പോലും തീരുമാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ആ യോഗത്തെ റദ്ദാക്കി പുറത്തേക്ക് പോകുന്നു വി സി. പരസ്യമായി വെല്ലുവിളിക്കുകയാണ്, നേരത്തെ നിർവൻ സൂചിപ്പിച്ചതുപോലെ, ഈ സംവിധാനത്തെ ആകെ. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള സംഘപരിവാറിൻ്റെ നീക്കം എന്നത് രാഷ്ട്രീയ ആരോപണം മാത്രമല്ല എന്ന് വസ്തുതകളിലൂടെ ബോധ്യമാവുകയാണ്. പക്ഷേ ഇപ്പോൾ കൂടിയ സിൻഡിക്കേറ്റ് ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടിയെ റദ്ദാക്കിയിരിക്കുന്നു. അത് വാല്യുബിൾ ആണോ? അതൊരു പക്ഷേ കോടതിയെ സംബന്ധിച്ച് പറയേണ്ടിയിരിക്കുന്നു. നിർപ്പൻ, ചട്ടപ്രകാരവും നിയമപ്രകാരവും ഇത് സർവകലാശാലയുടെ ഈ സിൻഡിക്കേറ്റിനാണ് പരമാധികാരം എന്ന കാര്യം ഗവർണർക്കും ഒപ്പം തന്നെ വി സിക്കും അറിയാവുന്ന കാര്യമാണ്. രജിസ്ട്രാറുടെ നടപടി ചട്ടപ്രകാരമല്ല എന്ന് സിൻഡിക്കേറ്റ് ചൂണ്ടിക്കാട്ടുകയും അത് പിൻവലിക്കുകയും ചെയ്താൽ അത് കോടതിയിൽ ഉറപ്പായി നിയമപരമായി സാധുത ഉള്ളത് തന്നെയാണ്. പക്ഷേ കോടതിയിൽ ഈ ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ അവതരിപ്പിച്ച അജണ്ടയെ സംബന്ധിച്ചും ഈ വൈസ് ചാൻസലർ വി സി എന്ന നിലയിൽ അവതരിപ്പിക്കുന്ന സത്യവാങ്മൂലവും ഏറെ നിർണായകമാണ്. കാരണം ഇതിൻ്റെ മേധാവി എന്ന് പറയുന്നത്, ദൈനംദിന പ്രവർത്തനത്തിൻ്റെ മേധാവി എന്ന് പറയുന്നത് ഇപ്പോൾ ചുമതലപ്പെടുത്തിയ ആളായിരുന്നാൽ പോലും അത് വി സി ആണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ അവർ പറയുന്ന അഭിപ്രായവും കോടതി പരിഗണിക്കുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ നിയമപ്രകാരം, നിയമപരമായി ചട്ടങ്ങൾക്കനുസരിച്ച് സർവകലാശാലയുടെ അന്തിമമായിട്ടുള്ള തീരുമാനങ്ങൾ, നയപരമായ തീരുമാനമെടുക്കാനുള്ള അധികാരം സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത് സർവകലാശാലയുടെ സിൻഡിക്കേറ്റാണ്. ആ യോഗമാണ് അവരുടെ ആവശ്യപ്രകാരം, ഭൂരിപക്ഷം അംഗങ്ങളുടെ ആവശ്യപ്രകാരം ഇന്ന് ചേരുകയും ആ യോഗത്തിൽ ഈ അനിൽകുമാറിൻ്റെ രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി പിൻവലിക്കാനുള്ള തീരുമാനം ഐകകണ്ഠേന എടുക്കുകയും ചെയ്തത്. അത് നിയമപ്രകാരം കോടതി അറിയിക്കുകയാണ്. ഇനി ആ കോടതിയിൽ ആ സമീപനം, കോടതി എന്താണ് നിലപാട് സ്വീകരിക്കുന്നത് ഇതിന് കാത്തിരുന്ന് നാളെ കാണേണ്ട കാര്യമാണ്. മറ്റൊന്ന്, സിൻഡിക്കേറ്റിൻ്റെ ഇപ്പോഴത്തെ ഭൂരിപക്ഷം അംഗങ്ങൾ പങ്കെടുക്കുന്ന സിൻഡിക്കേറ്റ് യോഗം ഇപ്പോഴും തുടരുകയാണ്. ആ യോഗത്തിന് ശേഷം യോഗത്തിനകത്തുണ്ടായ ചർച്ചകളെ സംബന്ധിച്ച് ഈ നേരത്തെ യോഗം ചേർന്നപ്പോൾ ഈ അജണ്ട മുന്നോട്ട് വച്ച സമയത്ത് പ്രമേയം അവതരിപ്പിച്ചപ്പോൾ വി സി എന്ത് നിലപാടാണ് സ്വീകരിച്ചത്, BJP അംഗങ്ങൾ എന്ത് നിലപാട് സ്വീകരിച്ചത്, ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ ഒരു അംഗം, UDFൻ്റെ ഒരു അംഗവും ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം എന്ത് നിലപാടാണ് ഈ അകത്തെടുത്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി സിൻഡിക്കേറ്റ് യോഗം കഴിഞ്ഞിട്ട് ഇടത് അംഗങ്ങൾ അല്പ നിമിഷങ്ങൾക്കകം 16 പേരും പുറത്തേക്ക് വരും. അവരോട് തന്നെ നമുക്ക്